ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ബുക്കാണ്. SCRT സീരീസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അറിയേണ്ടത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്താണ് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSCയുടെ എല്ലാ ചോദ്യപേപ്പറിലെ ഇപ്പോൾ ഒരു സ്ഥിര ചോദ്യമാണിത്. ഈ ഒരു സെക്ഷൻ നമ്മൾ സ്കൂൾ ബുക്ക് വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോൾ ഈ ഓരോ ഇമ്പോർട്ടൻ്റ് സെന്റൻസുകൾ, ഓരോ പോയിന്റുകളും വളരെയധികം ശ്രദ്ധ ചെലുത്തി തന്നെ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അശ്രദ്ധമായി ഇരുന്ന് ജസ്റ്റ് ഒരു വേഗ ഐഡിയ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് ഇത് പഠിച്ചെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയില്ല. വളരെ ശ്രദ്ധിച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ കൃത്യമായി വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് ഓർക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിച്ചു, 18 അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം 39 തുടങ്ങി 1945 വരെയാണ് നിലനിൽക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധം 18 അവസാനിച്ചു. അപ്പൊ 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. അപ്പോൾ പരാജയപ്പെട്ട രാജ്യങ്ങൾ പിടിച്ചെടുത്ത് വെച്ചിരുന്ന കോളനികൾ കയ്യേറുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് ഇവരുടെ കച്ചവട സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി വിറ്റഴിക്കാം, അസംസ്കൃത വസ്തുക്കൾ അവരെ കൊണ്ട് കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ, വില കൂടിയ സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അടിമത്തം, അവരെ അടിമകളായി ഭരിക്കാം. അപ്പോൾ കോളനികളോ കമ്പോളങ്ങളോ ഒന്നും ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അവർ കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും പദ്ധതിയിട്ടു. അപ്പൊ കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഫ്രാൻസുകാര് തുടങ്ങിയവരായി. എന്നാൽ ഈ ജർമ്മനിക്ക്, ഇറ്റലിക്കൊന്നും കോളനികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവർ മനസ്സിലാക്കി മറ്റവരൊക്കെ ഇങ്ങനെ ഉയർന്നു പോകുന്നതിന് കാരണം ഇവർ കോളനികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കും പോയി കോളനികൾ ഉണ്ടാക്കാം. അങ്ങനെ ഇവർ രഹസ്യധാരണയിൽ ഒപ്പെടുത്തു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനുമായിട്ട് ഒരു അച്ചുതണ്ട് സഖ്യത്തിന് കൂടിച്ചേർന്നു. അപ്പൊ ഇവര് രണ്ടുപേര് കൂടാതെ ഒരാളെയും കൂടി ഇവർ വിളിച്ചു, നമുക്ക് 3 പേർ കൂടെ പോയി കോളനികളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ആക്സിസ് പവേഴ്സ് അച്ചുതണ്ട് സഖ്യം രൂപപ്പെട്ടു. ഇതിനെതിരെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ഈ രാജ്യങ്ങള് സഖ്യശക്തികൾ രൂപപ്പെടുത്തി, അലൈഡ് പവേഴ്സ്. അപ്പൊ അലൈഡ് പവേഴ്സും, അപ്പൊ നമ്മൾ മുമ്പേ കണ്ടു അല്ലെ, ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് 2 ശക്തികളെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വീണ്ടും സംഘങ്ങളെ നമ്മൾ കാണുകയാണ്. അച്ചുതണ്ട് സഖ്യവും സഖ്യ ശക്തികളെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സഖ്യശക്തി നമ്മൾ ഓർക്കുന്ന കോഡ് KFC കഴിച്ചാൽ ശക്തി കിട്ടും അല്ലെ. KFCക്ക് പകരം EFC എന്ന് ഓർക്കുക. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇറച്ചിയൊക്കെ കഴിച്ച് നമുക്ക് ശക്തി കിട്ടി. EFC, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, ഇവരാണ് ഒരു ടീം ഇവരാണ്. ഇനി അച്ചുതണ്ട് ശക്തികളല്ലേ, അത് ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, പിന്നെയോ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി, ജിഗ് എന്ന് പറയുന്ന ടീം. ഓക്കെയാണ്. അപ്പൊ ജിഗും EFCയുമാണ് 2 കക്ഷികൾ. വെരി ഇമ്പോർട്ടന്റ് എക്സാമിന്റെ ചോദ്യമാണ്. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇനി നമ്മൾ എന്താണ് മ്യൂണിക് ഉടമ്പടി എന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 ഒപ്പിട്ട മ്യൂണിക് ഉടമ്പടി. ഏത് വർഷമാണ് മ്യൂണിക് ഉടമ്പടി ഒപ്പിട്ടതെന്ന് കേരള PSC ചോദിക്കാറുണ്ട്. 1938 ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമാണ് സുഡറ്റൻലാൻഡ്. എവിടത്തെയാണ് സുഡറ്റൻലാൻഡ്? ചെക്കോസ്ലോവാക്യയിലെയാണ് സുഡറ്റൻലാൻഡ് എന്ന പ്രദേശം. ഈ പ്രദേശത്തിനെ ആർക്ക് ആഗ്രഹം തോന്നി? ഹിറ്റ്ലറിന് വേണം എന്ന് തോന്നി.
ജർമ്മനിക്കാരനായ ഹിറ്റ്ലറിന് ഈ സുഡറ്റൻ ലാൻഡ്, ചെക്കോസ്ലോവാക്യ എന്ന രാജ്യത്തിലുള്ള സുഡറ്റൻ ലാൻഡ് വേണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഇവരിത്രയും കൂടി ജർമ്മനിയിലുള്ള മ്യൂണിക്കിൽ സമ്മേളിച്ചു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഇന്ത്യയിലെ ഒരു പ്രദേശമായ ഡൽഹി ഒരാൾക്ക് വേണമെന്ന് തോന്നുന്നു. അപ്പൊ ഇന്ത്യക്കാരുമായിട്ടല്ലേ ചോദിക്കേണ്ടത്, നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ എന്ന്? അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പോലും നമ്മളോടൊന്നും ഒരു ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. വേറെ രാജ്യത്ത് പോയിരുന്ന് വേറെ മറ്റു ചില രാജ്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇത് കൊടുക്കണോ വേണ്ടായോ. അപ്പോ ഇതിനെയാണ് പ്രീണന നയം എന്ന് പറയുന്നത്. മറ്റു ചില രാജ്യങ്ങളാണ് വേറെ രാജ്യങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ചെക്കോസ്ലോവാക്യയെ ഇതിലേക്ക് ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു. എന്നിട്ട് അവര് 4-5 പേരും കൂടെ തീരുമാനിച്ചു, സുഡറ്റൻ ലാൻഡ് ജർമ്മനി കൊണ്ടുപോയിക്കോ. അപ്പോൾ വേറെ കുറച്ച് ആളുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ്. ജർമ്മനിയിലുള്ള മ്യൂണിക്കിൽ വെച്ചിട്ടാണ് ഇത് തീരുമാനിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിന്റെ മ്യൂണിക് ഉടമ്പടി എന്ന് പറയുന്നത്. 1938 ജർമ്മനി, ഹിറ്റ്ലറാണ് മ്യൂണിക്ക് സുഡറ്റൻ ലാൻഡ് വേണം എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇവരെല്ലാരും കൂടി ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒത്തുകൂടി. എന്നിട്ട് ഹിറ്റ്ലറിന് എന്ത് കൊടുക്കുന്നു? സുഡറ്റൻ ലാൻഡ് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കും. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അപ്പോ അമേരിക്കയും ഈ ഒരു സോവിയറ്റ് യൂണിയൻ, റഷ്യ, ഇവർ രണ്ടും ഫാസിസ്റ്റ് വിരുദ്ധരോടൊപ്പം. ജർമ്മനി, ഇറ്റലിയാണ് ഫാസിസ്റ്റ്. അപ്പൊ ഇവര് വിരുദ്ധരാരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണ് ഫാസിസ്റ്റ് വിരുദ്ധർ. അവരോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നേഷൻ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട് ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടു. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചേർത്തില്ല. അപ്പൊ ജർമ്മനി, ഇറ്റലി, ജപ്പാന് മറ്റൊരു കൂടെ പോയി പല പല രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ബ്രിട്ടനോ ഫ്രാൻസോ ഇതിനെ ഒന്നും തടുക്കാനൊന്നും പോയില്ല. സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണക്കാക്കിയത്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയത്തെയാണ് പ്രീണന നയം അല്ലെങ്കിൽ പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് വിളിക്കുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് വിളിക്കുന്നു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. അപ്പൊ എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്? ഏത് വർഷമാണ്? 1939 സെപ്റ്റംബർ 1 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് ഈ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. എന്താണ് അനാക്രമണ സന്ധി? നോൺ അഗ്രഷൻ പാക്ട്. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും കൂടിയാണ്, റഷ്യയും കൂടിയാണ് ഒപ്പിട്ടത്. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കില്ല, ആക്രമമില്ല. പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടുകൂടി ഈ കരാറ് അവസാനിച്ചു. പരസ്പരം നമ്മൾ ആക്രമിക്കില്ല എന്നൊരു രഹസ്യ കരാർ ഇവർ ഒപ്പിടുന്നു. 1939 യുദ്ധം പുറപ്പെട്ടത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു രഹസ്യ കരാർ, നമ്മൾ തമ്മിൽ ആക്രമിക്കുന്നില്ല എന്നൊരു കരാർ ഒപ്പിട്ടു. എന്നാൽ ഹിറ്റ്ലർ 41 ആയപ്പോഴത്തേക്ക് ആക്രമിച്ചു. അതോടുകൂടി ഈ കരാർ അവസാനിച്ചു. ഇനി പേൾ ഹാർബർ ആക്രമണം. അപ്പോൾ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണിത്. 1941 അപ്പൊ റഷ്യ ആക്രമിച്ചു ഹിറ്റ്ലർ. ഇനി 1941 ഹവായ് ദ്വീപിലെ അമേരിക്കയുടെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ എന്ന് പറയുന്ന അമേരിക്കയുടെ നാവിക കേന്ദ്രമാണ് ഹവായ് എന്ന ദ്വീപിലിരിക്കുവാൻ. ഇത് ജപ്പാൻ, നമ്മുടെ ഏഷ്യൻ കൺട്രിയായ ജപ്പാനെ ആക്രമിച്ചു. പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത്. പസഫിക് സ്ഥലത്ത് ആ ഒരു സാമ്പത്തിക ലാഭമാണ് ജപ്പാനെ ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയോ അമേരിക്കയോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പോയി അമേരിക്കയെ ആക്രമിച്ചതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്ക പ്രവേശിച്ചു. എന്തുകൊണ്ട് പ്രവേശിച്ചു എന്ന് ചോദിച്ചാൽ പേൾ ഹാർബർ ആക്രമണമാണ് ഇതിന് കാരണം.
ജപ്പാനാണ് ആക്രമിച്ചത്. ജപ്പാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് അല്ലെ. അപ്പൊ സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാകാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങേണ്ടി വന്നു. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. അപ്പൊ മുസോളിനി, കരിങ്കുപ്പായക്കാർ മുസോളിനിയുടേതാണ്, നാസിസം മുസോളിനിയുടേതാണ്, നാട്ടുകാർ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ ആണെങ്കിൽ ആത്മഹത്യ ചെയ്തു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. അപ്പോ 3 പേരാണ് ഈ ഒരു യുദ്ധത്തില് കാരണക്കാരാകുന്നത്. ഒന്ന് ജർമ്മനിയാണ്, മറ്റൊന്ന് ഇറ്റലിയാണ്, ജപ്പാനാണ്. ജർമ്മനിയും ഇറ്റലിയും നാസിസവും ഫാസിസവും ഒടുങ്ങി, അവരെല്ലാം കീഴടങ്ങി. എന്നാൽ ജപ്പാൻ മാത്രം കീഴടങ്ങിയില്ല. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക എന്ത് ചെയ്തു? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടുകൂടി ജപ്പാൻ കീഴടങ്ങി. അപ്പൊ ഇന്നും ജപ്പാൻകാർ വേദനയോടെ, ജപ്പാൻകാർ മാത്രമല്ല ലോകം മുഴുവൻ വേദനയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഓർക്കുന്നത്. നാഗസാക്കിയും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണ് അല്ലെ. ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് ഹിരോഷിമയിലും, ഓഗസ്റ്റ് 9 ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തതും കൂടെ വന്നു. നാഗസാക്കിയിലെ ഫാറ്റ്മാൻ എന്നാണ് ബോംബും വർഷിച്ചു. കണ്ട, അണുബോംബ് വർഷിക്കുന്നു. ബോംബാക്രമണത്തിൽ നിലച്ചുപോയ ക്ലോക്ക്, ബോംബ് വർഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഹിരോഷിമ. ഇനി ദശലക്ഷക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. ഇത് കാരണം നമ്മുടെ ഏഷ്യൻ കൺട്രീസുകളിലൊക്കെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുകയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരെല്ലാം യുദ്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് ഇവർക്ക് കൂടുതൽ നമ്മുടെ കൺട്രീസിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങളും നമ്മുടെ ജനങ്ങളൊക്കെ കൂടുതൽ ശക്തി ആർജിച്ച് അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി അമേരിക്ക, സോവിയറ്റ് യൂണിയൻ വൻ ശക്തികളായി മാറി. ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാറുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെ? ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു. യൂറോപ്യൻകാരുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും റഷ്യയും വലിയ സാമ്പത്തിക രാജ്യമായി വളർന്നു വന്നു. ലോക സമാധാനം സംരക്ഷിക്കാൻ ഏത് രൂപപ്പെട്ടു? ഐക്യരാഷ്ട്ര സംഘടന. ലീഗ് ഓഫ് നേഷൻ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് രൂപപ്പെട്ടത്. സർവ്വരാഷ്ട്ര സഖ്യം. എന്നാൽ അത് പരാജയപ്പെടുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചത്. ഇനി എന്താണ് ഹിബാക്കുഷകൾ? ഹിരോഷിമ, നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാക്കുഷകൾ. ഹിരോഷിമയും നാഗസാക്കിയിലും അണുബോംബാക്രമണത്തിൽപ്പെട്ട പലർക്കും കണ്ണില്ല, കൈയില്ല, കാലില്ല, വികലാംഗരായി, അച്ഛനില്ല, അമ്മയില്ല, അങ്ങനെ ഒരുപാട് ദുരന്തം ഉള്ളവരുണ്ട്. അപ്പൊ അണുവികിരണത്തിന്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ജപ്പാനിലുണ്ട്. അവരെയാണ് ഹിബാക്കുഷകൾ എന്ന് വിളിക്കുന്നത്. ഇനി യുദ്ധവുമായി ബന്ധപ്പെട്ട സിനിമകൾ PSC എക്സാമുകളുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നമുക്കറിയേണ്ടത് നമ്മുടെ പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഏതാണ്? ഗോർണിക്ക എന്നതാണ് പിക്കാസോയുടെ ചിത്രം വരച്ചു. പിക്കാസോ വരച്ച ചിത്രം ഏതാണ്? ഗോർണിക്ക. ഇനി ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരു നോവലാണ് എഴുതിയത്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കലാപരമായ സൃഷ്ടികളാണ് ഇത് രണ്ടും. ഒരു ചിത്രം പിക്കാസോ വരച്ചു, നോവൽ എഴുതിയത് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന നോവലാണ്. അത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. ഇനി പോളിഷ് സംവിധായകൻ ആൻഡ്രേ വൈദ യുദ്ധചിത്രം ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ് 3 ചിത്രങ്ങളാണ് ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ചെയ്തത്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്, ഇത് ഇത്രയും ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ്. ആൻഡ്രേ വൈദയുടെ ചിത്രങ്ങളാണ്. ഇനി ഡേവിഡ് ലീൻ സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്. ഡേവിഡ് ലീന്. അപ്പോൾ ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ്, റിവറിന്റെ അടുത്ത് ബ്രിഡ്ജ് ഉണ്ട്. റിവറിന് എപ്പോഴും എന്ത് കാണും? ഒരു ബ്രിഡ്ജ് കാണും. ഈ പാലത്തിന്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ശൂള പഠിച്ച് ചില ചേട്ടന്മാരുമായിട്ടൊക്കെ ലൈൻ ആകാറുണ്ട്. ഡേവിഡ് ലീൻ എന്ന് ഓർക്കുക. ഓക്കെ ആണ്. ചാർലി ചാപ്ലിൻ, നമ്മുടെ ചാർലി ചാപ്ലിൻ ഇല്ലേ, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ. ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമ.
അലൻ റെനെ സംവിധാനം ചെയ്തത് ഹിരോഷിമ മോൺ അമോർ എന്ന സിനിമ. ഹിരോഷിമ മോൺ അമോർ എന്ന സിനിമ അലൻ റെനെയ. അപ്പൊ ഹിരോഷിമയുടെ കാര്യം ഓർക്കുമ്പോ തന്നെ അലറിക്കരയുകയാണ്. അലറിക്കരയുന്നു എന്ന് ഓർക്കുമ്പോ അലന് കിട്ടത്തില്ലേ ഹിരോഷിമ മോൺ അമോർ. അപ്പൊ അലൻ, ചാർലി ചാപ്ലിൻ എന്താണ്? ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ആണ്, ഗ്രേറ്റ് പേഴ്സൺ ആണ് ചാർലി ചാപ്ലിൻ എന്ന് നമുക്ക് ഓർത്താൽ അത് നമുക്ക് ഉത്തരത്തിൽ നിന്ന് എഴുതാൻ പറ്റും. ഇനി സ്റ്റീവൻ സ്പിൽബർഗ്, ഇദ്ദേഹത്തിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ. അത് എഴുതിയത് ആരാണ്? സ്റ്റീവൻ ആണ്, സ്പിൽബർഗ് ആണ്. അപ്പൊ സ്റ്റീവൻ സ്പിൽബർഗിനെ നമ്മൾ എങ്ങനെ ഓർത്തു വെക്കും? ഇപ്പൊ ബർഗർ വേണം, ബർഗർ കടയിൽ നമ്മൾ പോവുകയാണ്. അപ്പൊ വലിയൊരു നീണ്ട ലിസ്റ്റ് അവിടെ കാണും, പലതരത്തിലുള്ള ബർഗറുകളുണ്ട്, പല പേരുകളുണ്ട് മെനുവിൽ അല്ലെ. അപ്പൊ സ്റ്റീവൻ സ്പിൽബർഗ് ബർഗറിന് പോകുമ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ കാണാം. എൻഡ് ചെയ്യാത്തൊരു ലിസ്റ്റ് കാണാം, ഷിൻഡേഴ്സ് ലിസ്റ്റ് എൻഡ് ചെയ്യാത്ത ഒരു ലിസ്റ്റ് കാണാം. അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പോൾ ഇങ്ങനൊരു കോഡ് രൂപത്തിൽ നിങ്ങൾ പഠിക്കാമെങ്കിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇവരെ എല്ലാം മറന്നു പോകും. ഒന്ന് പിക്കാസോ ആണ്, ഗോർണിക്ക എന്ന ചിത്രമാണ്. പിക്കാസോ, ഗോർണിക്ക എന്ന ചിത്രം. നോവല് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു നോവലാണ്. ഇനി 3 സിനിമ ഇതുമായി ബന്ധപ്പെട്ട്: ജനറേഷൻ, കനാല്, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. അത് ആന്ദ്രെ വൈദയാണ്. ഡേവിഡ് ലീൻ, ബ്രിഡ്ജ്, റിവർ ഓർത്താൽ മതി, ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ. ചാർലി ചാപ്ലിൻ, ഗ്രേറ്റ് പേഴ്സൺ ആണെന്ന് ഓർക്കുക, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അലൻ റെനെ, അലറിക്കരയുന്നു ഹിരോഷിമയെ കുറിച്ച് കേട്ടപ്പോൾ, ഹിരോഷിമ മോൺ അമോർ. സ്റ്റീവൻ സ്പിൽബർഗ്, ബർഗറിന് എൻഡ് ഇല്ലാത്തൊരു ലിസ്റ്റ്, ഷിൻഡേഴ്സ് ലിസ്റ്റ്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ ഓർത്തു വെക്കാമെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. എക്സാമിന് സമയത്ത് നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതാൻ പറ്റും. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സർവരാഷ്ട്ര സഖ്യം രൂപീകരിച്ചു എങ്കിലും ലോക സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് ഒരു സംഘടന രൂപീകരിക്കും. 1945 ഒക്ടോബർ 24. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻ രൂപീകരിച്ചു. അപ്പൊ ഐക്യരാഷ്ട്ര ദിനം എന്നാണ്? ഐക്യരാഷ്ട്ര ദിനം UN ദിനമാണ് ഒക്ടോബർ 24. എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കാറുണ്ട്. 45 ഒക്ടോബർ 24. ഇന്ത്യ എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായത്? ഒക്ടോബർ 30. 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് അംഗമായത്. ഇനി UN ഒരു ആസ്ഥാനമുണ്ട്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. റൂസ്വെൽറ്റ്, സ്റ്റാലിന്, അതുപോലെ തന്നെ വിൻസ്റ്റൺ ചർച്ചിൽ, ഇവർ 3 പേരും കൂടിയാണ് ഇതിന്റെ സ്ഥാപക നേതാവ്. UN ചാർട്ടർ ആണ് ഇതിന്റെ ഒരു ഭരണഘടന എന്ന് പറയുന്നത്. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടി നിയമങ്ങൾ സംരക്ഷിക്കുക, ലോക രാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ചിലത്. അപ്പൊ വെരി ഇമ്പോർട്ടന്റ്, ലക്ഷ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കാം. ഐക്യരാഷ്ട്ര സംഘടന എന്തുകൊണ്ട് രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ സർവരാഷ്ട്ര സഖ്യത്തിന്റെ പരാജയമാണ് ഇതിന് കാരണം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം വരരുത്, എല്ലാ രാജ്യങ്ങളും പരസ്പരം സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. 1945 ഒക്ടോബർ 24 രൂപീകരിച്ചത്. അപ്പൊ ഇതിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഭാവി തലമുറ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കണം, അന്താരാഷ്ട്ര ഉടമ്പടി നിയമങ്ങൾ സംരക്ഷിക്കണം, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. എന്താണ് സഡാക്കോ? ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന്റെ ഒരു ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ഈ ചെറിയ പെൺകുട്ടി. അവളെ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. ഇനി UN പതാകയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ കളർ ചോദിച്ചിട്ടുണ്ട്. നീല കളറാണ്, അതിനുള്ളിൽ വെള്ള അല്ലെ, അതിനകത്ത് ഒലിവിലയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഈ പതാക? UN ചിഹ്നം ഇതാണ്, ഒലിവ് ഇല. കണ്ടോ, UN ചിഹ്നം നീല കളറ്. ഈ കളറ് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ കോളനികൾ സ്വതന്ത്രമാകുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും ഈ ക്ലാസ്സിൽ രണ്ടാം ലോക മഹായുദ്ധം, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധവും പഠിച്ചു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു. അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും പറ്റിയില്ല. വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്ക, സോവിയറ്റ് യൂണിയൻ യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. റഷ്യയും അമേരിക്കയും എന്ത് പറഞ്ഞു? യൂറോപ്പിന്റെ കോളനികളൊക്കെ സ്വതന്ത്രമാകട്ടെ എന്ന് പറഞ്ഞു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടുന്നു. ഇതിനെയാണ് അപകോളനീകരണം, ഡികോളനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപകോളനീകരണം, കോളനികൾ സ്വാതന്ത്ര്യം നേടുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യയൊക്കെ സ്വാതന്ത്ര്യം നേടുകയാണ്.
അപ്പൊ 1939 സെപ്റ്റംബറിനാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. 45-ലാണ് അവസാനിച്ചത്. മുസോളിനി ആളുകൾ വധിച്ചു, ഹിറ്റ്ലർ ആണെങ്കിൽ ആത്മഹത്യയും ചെയ്തു. അപ്പോ ആദ്യം ഇത് എന്തുകൊണ്ട് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ജർമ്മനിയിലെ ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിച്ചതാണ് ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്. സെപ്റ്റംബർ 1-നാണ് പോളണ്ടിനെ ആക്രമിച്ചത്. സെപ്റ്റംബർ 3-ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. പിന്നെ അമേരിക്ക എന്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ പേൾ ഹാർബർ ആക്രമണമാണ്. സസാക്കു അതിനെ കണ്ടു, നമ്മുടെ ചിത്രങ്ങളും രചനകളും നോവലുകളും ഒക്കെ കണ്ടു, യുവാനിന്റെ കാര്യം കണ്ടു. ഇനി ഗാന്ധിജിയില് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമരം നയിച്ച വ്യക്തിയാണ് ഗാന്ധിജി. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഉണ്ടെങ്കിലും ഗാന്ധിജി ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഖാനയിലാണെങ്കിൽ ക്വാമി എൻക്രൂമ. ജോമോ കെനിയാത്തയാണ് കെനിയ. ഇവരുടെ പേരുകളൊക്കെ പലതവണ എക്സാമുകൾക്ക് ചോദിച്ചതാണ്. അപ്പൊ ദക്ഷിണാഫ്രിക്കയിലെ നേതാവ് ആരാണ്? നെൽസൺ മണ്ടേല. ക്വാമി എൻക്രൂമ ഖാനയിലെ നേതാവാണ്. കെനിയയിലെ നേതാവാണ് ജോമോ കെനിയാത്ത. എന്താണ് ശീതസമരം? ശീതസമരം എന്ന് പറയുന്ന പദം ആരാണ് ആദ്യം ഉപയോഗിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. പദം ഉപയോഗിച്ചത് അമേരിക്കക്കാരനായ ബെർണാഡ് ബറൂച്ചാണ്. അപ്പൊ വേർഡ് ഉപയോഗിച്ചത് ബെർണാഡാണ്, ബറൂച്ചാണ്. ഇനി ഈ ശീതസമരം എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചു, ഒരു പുസ്തകം എഴുതിയത് വാൾട്ടർ ലിപ്പ്മാനാണ്. പുസ്തകം എഴുതുക എന്ന് പറയുമ്പോൾ ലിപ്പ് കൊണ്ട് പറഞ്ഞെഴുതി എന്ന് ഓർക്കുക. വാൾട്ടർ ലിപ്പ്മാനാണ്. അപ്പൊ ഒരു മാനാണ് ഗ്രന്ഥം എഴുതുന്നത്, ലിപ്പ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞാണ് എഴുതുന്നത് എന്നോർക്കുക. അപ്പൊ വാട്ടർ, ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വെള്ളം കുടിക്കും. വലിയൊരു ഗ്രന്ഥമല്ലേ, ഗ്രന്ഥം ചെറുതാണോ? ഒരുപാടുണ്ട്. അപ്പൊ വാട്ടറൊക്കെ കുടിച്ച് ലിപ്പ് കൊണ്ടൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ എഴുതുകയാണ് ഗ്രന്ഥം. പദം എന്ന് പറയുമ്പോൾ 2 ബി ഓർക്കുക, ബെർണാഡ് ബറൂച്ച്. 2 എക്സാമിന്റെ ചോദ്യമാണ്. ശീതസമരം എന്ന പദം ബെർണാഡ് ബറൂച്ച്, ഗ്രന്ഥം എഴുതിയത് വാൾട്ടർ ലിപ്പ്മാൻ. ഇനി എന്താണ് ശീതസമരം അല്ലെങ്കിൽ കോൾഡ് വാർ? ഫാസിസത്തിന്റെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ചവരാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉയർന്നു വന്ന 2 രാജ്യങ്ങൾ, വളരെ ശക്തി ആർജിച്ച 2 രാജ്യങ്ങളാണ് USA-യും അതുപോലെ തന്നെ റഷ്യയും. ഇവർ തീരുമാനിച്ചു, ഒരാള് റഷ്യ സോഷ്യലിസ്റ്റ് ചേരിയാണ്, ഒരാള് മുതലാളിത്ത ചേരിയാണ്. രണ്ടുപേരുടെ ആശയങ്ങൾ വളരെ വ്യത്യസ്തമാണ്. എങ്കിൽ പോലും ഈ യുദ്ധത്തിൽ ഇവരെന്ത് കാര്യം തീരുമാനിച്ചു? പരസ്പരം ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങൾ, നയതന്ത്ര യുദ്ധങ്ങളാണ് ശീതസമരം. അപ്പോൾ ഇവർ തീരുമാനിച്ചു, പരസ്പരം നമുക്ക് യുദ്ധം ചെയ്യണ്ട, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട, നമുക്കൊരു സമാധാന ചർച്ചയിലൂടെ മുന്നോട്ട് പോകാം എന്നിവർ തീരുമാനിച്ചു. എന്നാൽ രണ്ടുപേരും തമ്മിലുള്ള ആശയങ്ങൾ വ്യത്യസ്തമല്ലേ? ഇവർ ഒരു ഗ്രൂപ്പിലൊക്കെ ചേർന്നെങ്കിലും വളരെ ആശയപരമായി വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ ഒരുപാട് നടന്നു. ഇതിനെയാണ് ശീതസമരം എന്ന് പറയുന്നത്. കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം. ഒരു വലിയ രക്തചൊരിച്ചിലുള്ള സമരത്തിലേക്കൊന്നും പോയിട്ടില്ല, വാക്കുകൾ കൊണ്ടുള്ള സമരമായിരുന്നു. ഇനി എന്താണ് ഇരുധ്രുവ ലോകം? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരേ സഖ്യത്തിലായി അമേരിക്കയും റഷ്യയും. യുദ്ധാനന്തരം മുതലാളിത്ത ചേരി സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം കൊടുത്തു. ആശയപരമായി വലിയൊരു വ്യത്യാസമുണ്ടായ ഇവരെ ചരിത്രകാരനായ അൾനോഡ് ടോയൻബി ഇരുധ്രുവ ലോകം എന്ന് വിളിച്ചു. എന്ന് വിളിച്ചു? ഇരുധ്രുവ ലോകം എന്ന് വിളിച്ചു. 2 ധ്രുവത്തിൽ നിൽക്കുന്ന ലോകങ്ങളാണ് ഇവർ, അല്ലെ? ഒരാൾ സോഷ്യലിസ്റ്റ് ചേരിയാണെങ്കിൽ ഒരാള് മുതലാളിത്ത ചേരിയാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ വിരുദ്ധതയാണെങ്കിൽ അവർ ഒരു ഗ്രൂപ്പിൽ പോയി നിൽക്കുകയാണ്, പരസ്പരം ആക്രമിക്കാതിരിക്കുകയാണ്, വാക്കുകൾ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വിശേഷിപ്പിച്ച ആരാണ്? അൾനോഡ് ടോയൻബി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു 2 എന്നില്ലേ? ടോയൻ ടു എന്ന് പറഞ്ഞൂടെ? അൾനോഡ് ടോയൻബിയിൽ ഒരു 2 ഉണ്ട് എന്ന് ഓർക്കുക. അപ്പൊ 2 ആണ്. അപ്പൊ ഇരുധ്രുവ ലോകം. ഇനി ശീത സമരകാലത്ത് സൈനിക സഖ്യങ്ങൾ വന്നു. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഇന്നുമുണ്ട് നാറ്റോ, അല്ലെ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ. പിന്നെ നാറ്റോ, സീറ്റോ, സെന്റോ. അതായത് സീറ്റിൽ നാറ്റം, അപ്പൊ സെന്റ് അടിച്ചു, സ്പ്രേ അടിച്ചു, സെന്റ് അടിച്ചു. സീറ്റിൽ നാറ്റം, സെന്റ് അടിച്ചു. ഇത് ഇത്രയും അമേരിക്കയുടേതാണ്. സീറ്റോ എന്ന് വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സെൻട്രോ എന്ന് വെച്ചാൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ഇനി അടുത്തതാണ് വാഴ്സ പാക്ട്. വാഴ്സ ഉടമ്പടി റഷ്യയുടേതാണ്. അപ്പൊ നാറ്റോ ഉണ്ട്, സീറ്റോ ഉണ്ട്, സെൻട്രോ ഉണ്ട്. വാഴ്സ എന്ന് പറയുന്നത് റഷ്യയുടേതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇരു ചേരികൾക്കും ഒരു ബദൽ.
അപ്പോൾ ഒരു ചേരി സാമ്പത്തിക ചേരി മുതലാളിത്ത ചേരിയാണെങ്കിൽ മറ്റൊരെണ്ണം തൊഴിലാളി സോഷ്യലിസ്റ്റ് ചേരിയാണ്. അപ്പൊ എല്ലാ രാജ്യക്കാരും ഏതെങ്കിലും ഒന്നിൽ ചേർന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിപ്പോ സോഷ്യലിസ്റ്റ് ചേരി ചേരുമ്പോൾ നമ്മൾ ആരുടെ കക്ഷിയാകും? റഷ്യയുടെ. നമ്മളിപ്പോ മുതലാളിത്ത ചേരി ചേർന്നാലോ നമ്മൾ അമേരിക്കയുടെ കക്ഷിയാകും. അപ്പൊ വീണ്ടും ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇവർ തമ്മിൽ വീണ്ടും ഇങ്ങനെ രണ്ടായിട്ട് നിന്നിട്ട് ഇവർക്ക് കുറെ ആളുകൾ എന്നിട്ട് ഇവർ തമ്മിൽ വേണമെങ്കിൽ വീണ്ടും ചർച്ച ചെയ്ത് അടിയൊക്കെ ആവാം. അപ്പൊ വീണ്ടും അടുത്തൊരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയ നെഹ്റു, ഈജിപ്തിന്റെ ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലോവാക്യ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യ മുഹമ്മദ് സുകാർണോ. അപ്പൊ ഇവര് പറഞ്ഞു നമുക്ക് ഈ രണ്ടുപേരിലും ചേരണ്ട, നമുക്ക് പുതിയൊരെണ്ണത്തിലേക്ക് പോകാം. ചേരി ചേരായ്മ. ക്ലിയർ ആണ്? നെഹ്റു ഇന്ത്യ, ഈജിപ്ത് ഗമാൽ അബ്ദുൽ നാസർ, യൂഗോസ്ലോവാക്യ മാർഷൽ ടിറ്റോ, അഹമ്മദ് സുകാർണോ, ഇന്തോനേഷ്യ. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക അനേക രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന്റെ ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ മനസ്സിലാക്കി. മുതലാളിത്ത ചേരിയോ സോഷ്യലിസ്റ്റ് ചേരിയോ ഭാഗമാകാതെ ഇവരെന്ത് ചെയ്തു? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചു. വൻ ശക്തികളുടെ ആയുധ മത്സരം, സൈനിക സഖ്യങ്ങൾ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കി. വീണ്ടും ഇനി യുദ്ധമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും തകർന്നു. എങ്ങനെയെങ്കിലും ഇപ്പൊ ഒന്ന് സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളൂ. വീണ്ടും ഇനി യുദ്ധം ചെയ്ത് തകരാൻ ഇവർക്ക് വയ്യ. ഇപ്പൊ ഇന്ത്യ തന്നെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ എല്ലാ സ്വത്തുക്കളും വിദേശികർ കൊണ്ടുപോയി. നമ്മുടെ രാജ്യത്ത് വെറും ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ, അല്ലെ? നമുക്ക് ഭക്ഷണം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. വീണ്ടും ഇനി ഒരു യുദ്ധവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ടാണ് ഇവർ ബുദ്ധിപരമായി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ എക്സാമിന് ചോദിക്കുന്നത് 1955 ഇന്തോനേഷ്യ ബങ്ങൂങ് എന്ന സ്ഥലത്ത് വെച്ച് 1955 ഇന്തോനേഷ്യ ബങ്ങൂങ് ഇവിടുത്തെ സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത് 1955 ഇന്തോനേഷ്യയാണ്, ബങ്ങൂങ് എന്ന സ്ഥലമാണ്. ഇനി ആദ്യ സമ്മേളനം നടന്നത് എന്ന് ചോദിക്കാറുണ്ട്. 1961 ബെൽഗ്രേഡ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. ചേരിചേരായുടെ ആദ്യ സമ്മേളനം നടന്നു. അപ്പോ നമ്മുടെ നെഹ്റു പറഞ്ഞൊരു പോയിന്റ് എക്സാമിന്റെ ചോദ്യമാണ്. അപ്പൊ 55 ബങ്ങൂങ് ഇന്തോനേഷ്യ ചോദിക്കും, 1961 ബെൽഗ്രേഡ് അതും ചോദിക്കും. ഇനി നെഹ്റു പറഞ്ഞ കാര്യവും ചോദിക്കാറുണ്ട്. ചേരിചേരായ്മ ലോക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, മറിച്ച് ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് നെഹ്റു വിശദീകരിച്ചു. അപ്പൊ ഇതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലിയർ ആണ്? അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ത് പറഞ്ഞു? നമ്മുടെ ചേരിചേരായ്മ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രൂപീകരിച്ചത് മാറി നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ സെൽഫിഷായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിന്റെ പല കാര്യങ്ങളിലും സജീവമായി പ്രശ്നങ്ങൾക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. നമ്മൾ ആരുമായിട്ട് ഒരു യുദ്ധത്തിനും ഇല്ല, നമ്മൾ ആർക്കും ഒരു ഉപദ്രവത്തിനും ഇല്ല എന്ന് നെഹ്റു പറഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ കാര്യമാണ്. യാസർ അറാഫത്ത് പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ ആയിരുന്നു യാസർ അറാഫത്ത്. 1974 UN അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത്. അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, എന്റെ ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലിവിലയുണ്ട്, അടുത്ത കയ്യില് വിമോചന പോരാളിയുടെ തോക്കുമുണ്ട്. ഒലിവില സമാധാനം എന്റെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് യാസർ അറാഫത്ത് പറഞ്ഞത്. അതായത് ഞാൻ ഇനി യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കിയുടെ ഭാഗമായി. പാലസ്തീൻ ആരുടെ ഭാഗം? തുർക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. പാലസ്തീൻ ബ്രിട്ടന്റെ കയ്യിലായി. അപ്പൊ പാലസ്തീൻ ആദ്യം തുർക്കിയുടെ കയ്യിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു. അപ്പൊ പാലസ്തീൻ ബ്രിട്ടന്റെ കയ്യിലായി. ഈ യുദ്ധത്തില് ജൂതർ നൽകിയ സംഭാവനകൾക്ക് സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായ ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചു. അപ്പൊ ഈ ബ്രിട്ടനെ ഒരുപാട് സഹായിച്ചു യുദ്ധത്തിൽ. അതുകൊണ്ട് ബ്രിട്ടൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം ഇങ്ങ് തരാം. ഇത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ആണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളൊരു രാജ്യം തരാം. അപ്പൊ ഇതിനെയാണ് ബാൽഫർ പ്രഖ്യാപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ്
എന്ത് ചെയ്തത്? ജൂതരെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടി. ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, സിയോണിസ്റ്റ് പ്രസ്ഥാനം ഏത് വിഭാഗത്തിൻ്റെതാണ്? ജൂതർക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ജൂതർക്ക് ഒരു രാജ്യം വേണം എന്ന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഹിറ്റ്ലർ ആണെങ്കിൽ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ കണ്ടു. ജൂതരെയൊക്കെ കൂട്ടത്തോടെ വധിക്കും അല്ലെ? ഹോളോകോസ്റ്റ്, കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഔഷ്വിറ്റ്സ് ക്യാമ്പ്, ഇപ്പൊ ഇവരൊക്കെ കൂട്ടത്തോടെ പിടിക്കുക, വധിക്കുക. ഇതാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജൂതർക്ക് ഇവിടെ ഒന്ന് നിൽക്കാൻ വയ്യ, സ്വന്തമായ ഒരു രാജ്യം വേണം എന്ന ആവശ്യകത ഇവർ തീവ്രത കൂട്ടി. 1948 ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. 48 എന്ത് രൂപീകരിച്ചു? ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് ഇസ്രയേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ ഉണ്ടായി. ഇസ്രയേല് പാലസ്തീൻ കൈവശപ്പെടുത്തി. അപ്പൊ ജൂതർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്നിവർ ആവശ്യപ്പെട്ട് ഇവർ ഒരുപാട് ഹിറ്റ്ലർ ഉപദ്രവിച്ചു. അങ്ങനെയാണ് ഇവർക്ക് പുതിയൊരു രാജ്യം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അതായത് 48 നമുക്ക് 47 സ്വാതന്ത്ര്യം കിട്ടി, 48 ഇസ്രായേൽ രൂപീകരിച്ചത്. ഈ ഇസ്രായേലിനെ ആണെങ്കിൽ ആര് സ്വന്തമാക്കുന്നു? പാലസ്തീൻ സ്വന്തമാക്കും. അപ്പൊ ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻകാർ ഈ ഇസ്രായേൽ ആരെയാണ് സ്വന്തമാക്കിയത്? ഇസ്രയേൽ എന്ന രാജ്യം പാലസ്തീനെയാണ് സ്വന്തമാക്കുന്നത്. ഇസ്രയേൽ വലുത്, പാലസ്തീനെ ഇവര് പിടിച്ച് സ്വന്തമാക്കി ഇവിടെ വെച്ചു. ഇസ്രയേൽ ആരെ സ്വന്തമാക്കി? പാലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്ന പാലസ്തീൻ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം നേടി. അപ്പൊ ഇസ്രയേൽ എന്ന പുതിയ രാഷ്ട്രം ഉണ്ടാക്കി അവർ പാലസ്തീനെ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പൊ പാലസ്തീൻകാർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, സ്വന്തം നാട്ടിൽ നിന്ന് അവർ പുറത്താകേണ്ടി വന്നു. ഒരു പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അഭയം തേടി. ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടതാണ് പാലസ്തീൻ വിമോചന സംഘടന. അപ്പൊ ജന്മനാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്താകേണ്ടി വന്നു, അപ്പോ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു സ്വന്തം രാഷ്ട്രം വേണം, പാലസ്തീൻ വേണം. അങ്ങനെ ഒരു സംഘടന ഇവർ രൂപീകരിച്ചു, പാലസ്തീൻ വിമോചന സംഘടന. ഇതിന്റെ ചെയർമാനായിരുന്നു യാസർ അറാഫത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു വിലയുണ്ട്, എനിക്കൊരു രാഷ്ട്രം തന്നെങ്കിൽ ഞാൻ യുദ്ധത്തിനില്ല, എന്നാൽ ഇപ്പൊ തന്നെ തോക്കുണ്ട്, എനിക്കൊരു രാഷ്ട്രം തന്നില്ല, ഞാൻ യുദ്ധം ചെയ്യും. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ യാസർ അറാഫത്ത് ഇതിന്റെ സ്ഥാപക പ്രസിഡന്റാണ്. നിരവധി രക്തച്ചൊഴിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച് ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. അപ്പൊ 1948 ഇസ്രായേൽ ഒന്ന് സ്വതന്ത്രമായത്. അവര് പോയി പാലസ്തീനെ അടിച്ചുമാറ്റി, പാലസ്തീനെ പിടിച്ചെടുത്തു. പാലസ്തീൻകാർ പല സ്ഥലങ്ങളിലായി ചിതറിപ്പോയി. അപ്പൊ പാലസ്തീൻകാര് ഉടനെ പാലസ്തീൻ വിമോചന സംഘം രൂപീകരിച്ച് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രാഷ്ട്രം വേണം. അങ്ങനെ ഒരുപാട് രക്തച്ചൊഴിച്ചിലുകൾക്ക് ശേഷം 93 ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീൻ സ്വതന്ത്രമാക്കാൻ അംഗീകാരം നൽകി. ഇന്നും ഇതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായും നടപ്പാക്കപ്പെട്ടിട്ടില്ല. ക്ലിയർ ആണ്? അപ്പോ AZB അക്കാദമിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മളുടെ മൊബൈൽ ആപ്പിലൂടെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് പുതിയ ബാച്ചുകളൊക്കെ ഉണ്ട്. വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് CPFന്റെ നമ്മുടെ RPFന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കോഴ്സാണിത്. 1500 രൂപ മാത്രമാണ് പേയ്മെന്റ് വരുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF കോൺസ്റ്റബിൾ, റെയിൽവേ പോലീസ് ആകുന്ന ഒരു കോഴ്സാണിത്. 3000 രൂപയുടെ ക്ലാസ് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ LDCയുടെ ലോങ് ടേം ബാച്ച് ഉണ്ട്. വെറും 599 രൂപ മാത്രമേ ഉള്ളൂ. LDCയുടെ ക്രാഷ് കോഴ്സുകളും അവൈലബിൾ ആണ്. LP UPയുടെ ബാച്ച് കോഴ്സുകളുണ്ട്. LDCയുടെ LGSന്റെയും ലോങ് ടേം ബാച്ചുകളുണ്ട്. അപ്പൊ 599 രൂപ മാത്രമാണ് പേയ്മെന്റ്. സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, എക്സാം പ്രോഗ്രസ് ഇവാലുവേഷൻ ഉണ്ട്, ലൈവ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, റാപ്പിഡ് ക്വേ സെക്ഷൻസ് ഉണ്ട്. ക്ലാസ്സസ് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ കാണാൻ പറ്റും. അപ്പോൾ 2024 നിങ്ങൾക്ക് സ്വന്തം നിലയിൽ നിൽക്കാൻ വേണ്ടി, ഒരു ജോലി സ്വന്തമാക്കുന്നതിന് വേണ്ടി ധൈര്യമായിട്ട് നമ്മളോടൊപ്പം ചേരാം. പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഈ കാണുന്ന 9995467246 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. എന്നിട്ട് സ്ക്രീൻഷോട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ തന്നെ നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് AZB അക്കാദമിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ചാനലും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് AZB അക്കാദമി നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
നിങ്ങൾക്ക് ലൈവായിട്ട് റെഗുലർ ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, പ്രീ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പഠനമാണ്. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ലൈവ് റെക്കോർഡ് ക്ലാസ് ആണ്. റാപ്പിഡ് ക്യു സെക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, സ്മാർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ, മികച്ച അധ്യാപകർ നിങ്ങളിലേക്ക് എത്തിക്കും. ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, ആ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. മികച്ച ക്വാളിറ്റി ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. അപ്പോൾ സിലബസ് അനുസരിച്ച് പഠിക്കാം. ഉറപ്പായും നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള എല്ലാ മെറ്റീരിയലും ഇവിടെ നിന്ന് കിട്ടും. കുറഞ്ഞ എമൗണ്ട് മാത്രമാണ്. ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. മികച്ച പഠനം, നിങ്ങൾ നിലവാരം തീർച്ചയായും ഉയരും. കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.